ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മളെല്ലാം. സാമ്പത്തികമായ ഉന്നമനങ്ങൾ, കരിയർ, ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ്, അതുപോലെ മറ്റുള്ളവരുടെ ബഹുമാനം, റെസ്പെക്റ്റ്, പദവികൾ, ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ലക്ഷ്യങ്ങളാണ്. പക്ഷേ പരാജയ ഭയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം പരാജയപ്പെട്ടു പോകുമോ എന്ന ഒരു ധാരണ കൊണ്ട് പലപ്പോഴും നമ്മളൊന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകളുമൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാം. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് പോലും നാം എടുക്കാറില്ല. ഇനി എടുത്താൽ തന്നെ ഒന്നോ രണ്ടോ തവണ നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര കാര്യങ്ങൾ ഭംഗിയായില്ല എങ്കിൽ അവിടെ ഉപേക്ഷിച്ചു പോകുന്നവരാണ് നമ്മൾ. പരാജയപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം കാരണം മാത്രം ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചവരാണ് നമ്മൾ. പരാജയം എന്നതിനർത്ഥം എല്ലാം അവസാനിപ്പിക്കേണ്ടതാണെന്നും എല്ലാം തീർന്നുവെന്നും ഇനിയൊരു സാധ്യതയുമില്ല എന്തൊന്നുമല്ല. മറിച്ച് പരാജയം എന്നത് ഒരു പാഠവും ഒരു സാധ്യതയുമാണ്. വിജയിക്കാനുള്ള സാധ്യം, വിജയത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന ഒരു പാഠം, എങ്ങനെയൊക്കെ പെരുമാറരുത്, എങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന ഒരു പാഠം, അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് പരാജയം എന്നത്. ജീവിതത്തിൽ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞവർക്ക് മാത്രമേ വിജയത്തിൻ്റെ മധുരം നുകരാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഗാംഗുലി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്നു. അതിഗംഭീരമായ പ്രകടനത്തിലൂടെ ബംഗാളി കടുവ എന്നറിയപ്പെട്ടിരുന്ന ഗാംഗുലി ഒരു വേള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. മോശം പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ എല്ലാ ശൗര്യവും കഴിഞ്ഞിരിക്കുന്നു എന്ന് വിലയിരുത്തപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. അങ്ങനെ പുറത്താക്കപ്പെട്ട അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്നും പോകുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. തലയൊക്കെ താഴ്ത്തി, തീരെ ആത്മവിശ്വാസമില്ലാത്ത ഒരു ബോഡി ലാംഗ്വേജ്, കളം വിട്ടു പോകുന്ന കാഴ്ച കണ്ട നാം. അതുവരെ പുകഴ്ത്തി എഴുതിയിരുന്ന പത്രമാധ്യമങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരും ഒക്കെ പറഞ്ഞു, ഒരു വേള അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ പോലും പറഞ്ഞു അത് അദ്ദേഹത്തെ പുറത്താക്കിയ തീരുമാനം ആശ്വാസകരമാണ് എന്ന്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന അദ്ദേഹം പത്രക്കാരോട് പറയുന്നുണ്ട്, ഞാൻ വളരെ ഊർജത്തോടു കൂടി തിരിച്ചു വരുമെന്ന്. അതാണ് ആത്മവിശ്വാസം. അങ്ങനെ അദ്ദേഹം 2 വർഷത്തിനകം ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചു വരികയാണ്. തനിക്ക് കളിക്കാൻ കഴിയില്ല എന്ന് പരിഹസിച്ച ആളുകളുടെ മുന്നിലൂടെ, തൻ്റെ ശൗര്യമെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിഹസിച്ച പത്രമാധ്യമങ്ങളുടെ മുന്നിലൂടെ, ക്രിക്കറ്റ് ആരാധകരുടെ മുന്നിലേക്ക്, എന്തിനേറെ ക്രിക്കറ്റ് പരിശീലകരെ കൊണ്ടടക്കം തിരുത്തി പറയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഊർജ്ജസ്വലതയോടുകൂടി ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വാനോളം ഉയർത്തിയ കഥ നമുക്കറിയാം. നേരെ മറിച്ച് ലോകം മുഴുവനും പത്രമാധ്യമങ്ങളും പരിശീലകരും ക്രിക്കറ്റ് ആരാധകരും ഒക്കെ തൻ്റെ ശൗര്യമെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നുവെങ്കിൽ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗാംഗുലി തിരിച്ചു വരില്ലായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ അതികായകനായ അമിതാഭ് ബച്ചന്റെയും കഥ ഇതുപോലെ തന്നെയായി. സിനിമയിൽ നിന്നും പുറത്താക്കപ്പെട്ട അദ്ദേഹം ABCN എന്ന ഒരു കമ്പനി രൂപീകരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഒരുപാട് വലിയ കടക്കാരനായി മാറുകയും ചെയ്തു. എന്നാൽ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ശൈലിയും തൻ്റെ പ്രവർത്തന രീതിയും മാറ്റി അദ്ദേഹം സിനിമയിൽ തിരിച്ചെത്തി സിനിമയിലെ മുൻനിര നായകന്മാരെക്കാൾ വലിയ പ്രതാപത്തിലായി. കടങ്ങളെല്ലാം വീട്ടി ഇന്ന് അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ ഉടമയായ സമ്പന്നനാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ പ്രതിഭാശാലിയാണ് എന്ന് ക്രിക്കറ്റ് ലോകം വാഴ്ത്തിയ വിനോദ് കാംബ്ലി ഇന്നിവിടെയാണ്. ക്രിക്കറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം നിരാശനായി മടങ്ങിയ അദ്ദേഹത്തെ പിന്നീട് അധികമാരും ഓർത്തു കണ്ടില്ല. ജീവിതം ഇങ്ങനെയാണ്. പരാജയത്തെ പേടിച്ച്, പരാജയത്തെ ഭയപ്പെട്ടു ഒന്നും ചെയ്യാതിരുന്നു എങ്കിൽ നമുക്ക് ജീവിതത്തെ എത്തിപ്പിടിക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച പല കാര്യങ്ങളും അറിയാതെ നാം ചെയ്തു പോയിട്ടുണ്ട്.
ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ ഈ പരാജയ ഭയം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ല. അതുകൊണ്ട് എത്ര തവണ പരാജയപ്പെട്ടാലും ഒരിക്കൽ വിജയം തന്നെ തേടിയെത്തുമെന്ന് വിശ്വസിച്ച് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ വിജയത്തെ നാം എത്തിപ്പിടിക്കണം. എനിക്ക് വിജയിച്ചേ മതിയാകൂ എന്ന ഒരു ഇച്ഛാശക്തി നമ്മളെ നയിക്കണം. പരാജയപ്പെടണമെങ്കിൽ പരാജയപ്പെടട്ടെ. ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ആ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന തീരുമാനമാണ് ഒരു വ്യക്തിയെ സക്സസ്ഫുൾ പേഴ്സണായി മാറ്റുന്നത്. അതുകൊണ്ട് പരാജയത്തെ ഭയപ്പെടാതിരിക്കുക, പരാജയത്തെ സ്വീകരിക്കാൻ തയ്യാറാകുക, പരാജയത്തെ അംഗീകരിക്കാൻ തയ്യാറാകുക, ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോകുക. വിജയം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക.